നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. വെൽഡൻ. അങ്ങനെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ കോൺഗ്രസിന്റെ യുവജന നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം ഉള്ളയിലായി എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്ത്രീ പീഡന കേസാണ്. 3 കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ആണ്. എനിക്ക് നിന്നിൽ ഗർഭമുണ്ടാക്കണം എന്നുള്ളതാണ് അവന്റെ ആ ഒരു സ്റ്റൈൽ. എനിക്ക് ഗർഭമുണ്ടാക്കണം, നിന്നിൽ എനിക്കൊരു കുഞ്ഞു വേണം. ഈ ലൈൻ പിടിച്ചാണ് ഇവൻ ഈ ഒരു 3 എണ്ണത്തിനെയും, നിലവിൽ 3 പരാതിയേ ഉള്ളൂ. ഇനി ബാക്കിലെ വന്നേക്കാം. ആദ്യത്തെ പരാതി എന്ത് ചെയ്തു? ഒളിവിലായിരുന്നു, കോടതി അറസ്റ്റ് തടഞ്ഞു. രണ്ടാമത്തെ പരാതി കേസും ഈ കീഴ്ക്കോടതി അതും തടസ്സം, അതായത് ജാമ്യം കൊടുത്തു തന്നല്ലോ. മൂന്നാമത്തെ കേസ് ഈ രണ്ടിൽ നിന്ന് വ്യത്യസ്തമാണ്. പാറ്റേണൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങും എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഭ്രൂണത്തിന്റെ സാമ്പിൾ വരെ ഈ പറയുന്ന പെൺകുട്ടിയിലെ സ്ത്രീ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞാൽ എന്താണ് ഇവന്റെ പ്രശ്നം? അല്ല, ഇവൻ എന്തെങ്കിലും മാനസിക വിഷയമുണ്ടോ എന്നുള്ളതാണ്. അതായത് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ, ഇതുപോലെ ഒരു ശ്രീലംബടനായ ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? ഇതുപോലെ ശ്രീലംബടനായ, അതായത് പെണ്ണുങ്ങളെ കാണുമ്പോൾ, സ്ത്രീകളെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ കാണുമ്പോൾ ഇവൻ എന്തോ പ്രശ്നം, ഇവന്റെ ജനനേന്ദ്രിയത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇവനെ കാണുമ്പോൾ, ഈ പറയുന്ന സ്ത്രീകളെ കാണുമ്പോൾ എന്തോ ഈ ഉത്തേജിച്ച് നിൽക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്, മാനസികമായിട്ട് എന്തോ ഒരു വിഷയമുണ്ട് ഇവന്. അത് ഒരു കൗൺസിലിംഗ് വഴി തീർക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം അത്രയ്ക്കാണ്, ചില്ലറ കേസൊന്നും അല്ല, ആ രീതിയിലാണ്. അതുമല്ല, എനിക്ക് മനസ്സിലായ മറ്റൊരു കേസ്, ഇവൻ ഈ പറയുന്ന കോണ്ടം നിരോധം എന്ന് പറയുന്നതിനോടൊക്കെ ഭയങ്കര അലർജിയാണ് എന്നുള്ളതാണ്. ഇവന്റെ സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരടുത്ത് എനിക്ക് പറയാൻ, കുടുംബാസൂത്രണത്തെ കുറിച്ച് ആദ്യം പറഞ്ഞുകൂടും. മനസ്സിലായോ? അതായത് എല്ലാവരുടെ പോയി ഈ പറയുന്ന ഇപ്പൊ വന്ന പരാതിയിൽ പറഞ്ഞ ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, അവിടെ അവൾക്ക് ആ സമയത്ത് ഓവുലേഷൻ ഉണ്ടായ സമയമാണ്. മനസ്സിലായോ? ആ സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭിണിയാകും എന്ന് അവള് പലവട്ടം പറഞ്ഞിട്ടും വേണ്ട എന്നുള്ള രീതിയിൽ അവളെ നിർബന്ധിച്ച് അവളെ എന്ത് ചെയ്തു? ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെൺകുട്ടിയുടെ പരാതി. അങ്ങനെയാണ് ഗർഭിണിയായത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവൻ ഒരു ഈ പറയുന്ന ഗർഭനിരോധന ഉറ ഇട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനോട് അവൻ എന്തോ ഒരു ദേഷ്യമുണ്ട്. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഈ പറയുന്ന കോണ്ടം അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പൊ എന്തോ ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇവൻ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ വളച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്റെ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ഇവൻ നോക്കുന്നത് ഈ പറയുന്ന എന്താണ്, ഈ വിവാഹം കഴിഞ്ഞ ആരെങ്കിലും ഈ പെൺകുട്ടികൾ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകും. വാ നോക്കുമ്പോൾ യുവജന നേതാവ് സുമുഖൻ, സുന്ദരൻ, നാളെ ചിലപ്പോൾ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വരെ ആവാൻ ചാൻസ് ഉള്ള ഒരാൾ. അപ്പൊ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒക്കെ ഭാര്യയായിട്ട് ഇരിക്കുന്നതിൽ അപ്പുറം പിന്നെ വേറെ എന്തുണ്ട്? സുഖസോലുഭയായി ജീവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ഇങ്ങനെയുള്ള ഈ പറയുന്ന എന്താണ്, വിവാഹം കഴിഞ്ഞ അവരെ ബന്ധപ്പെടുകയും, ഇവൻ അവന്റെ ലൈൻ വേറൊരു ലൈനാണ്. ഞാൻ തന്നെ കെട്ടിക്കോളാം, മനസ്സിലായി? ഞാൻ തന്നെ കെട്ടിക്കോളാം, നീ അവനെ ഡിവോഴ്സ് ചെയ്യണം, ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യണം, ഞാൻ തന്നെ കെട്ടിക്കോളാം. പിന്നീട് അവന്റെ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബന്ധപ്പെടണമെന്നല്ല, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് സെക്സ് ചെയ്യണമെന്നല്ല അവൻ പറയുന്നത്. എനിക്ക് നിന്നടുത്ത് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു കുട്ടിയുണ്ട്. അപ്പം ഈ എതിർ നിൽക്കുന്ന പെൺകുട്ടി വിചാരിക്കുന്നുണ്ടോ അവൻ എൻ്റെ ആത്മാർത്ഥതയുള്ള സ്നേഹം കൊണ്ടാണല്ലേ ഇങ്ങനെ മറ്റുള്ളവരെന്താ പറയുന്നത്? കാരണം നമുക്ക് എന്തിനും വന്ന് നമുക്ക് എന്ത് ഈ പറയുന്നവന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് വരിക, റൂം എടുക്കുക, പോവുക, അങ്ങ് വിടുക, ആ ലെവലല്ല. അപ്പം വരുന്ന സ്ത്രീകൾ അത്ര മോശക്കാരാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം ഇവൻ ഡീൽ ചെയ്യുന്ന ആ രീതിയാണ്. അതായത് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. എങ്ങനെ ഏതൊരു പെൺകുട്ടിയായാലും ഇപ്പൊ ഭർത്താവുമായിട്ട് കലഹം ആയി നിൽക്കുന്നു, എങ്ങനെയെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു യുവജന നേതാവ് സുമുഖൻ, സുന്ദരൻ വന്ന് ഇതുപോലെ ഒരു വാഗ്ദാനം നൽകുന്നത്, ഞാൻ തന്നെ കിട്ടിക്കോളാം, അപ്പൊ നീ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്താ അവരുടെ സ്നേഹം, ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്ത് പറയുന്നത്, എനിക്ക് നിന്നിലൊരു കൊച്ചു വേണം. അപ്പൊ അവിടെ ഗർഭനിരോധന ഉറകളോ ഗുളികകളോ ഈ പറയുന്ന ഈ പറയുന്ന കോണ്ടം പോലുള്ള സാധനങ്ങളോ ഉപയോഗിക്കാം. കാരണം അവൻ ആത്മാർത്ഥമാണ്. എന്റെ ചോരയിൽ നിനക്കൊരു കുഞ്ഞു വേണമെന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീ വിചാരിക്കും ശരിയാണ് അവന്റെ ആത്മാർത്ഥം, അല്ലെങ്കിൽ ആരും അങ്ങനെ പറയില്ലല്ലോ, എങ്ങനെയെങ്കിലും കഴുകി വിടാനെന്ന്. അപ്പൊ ഇവൻ ഈ ലെവലിലാണ് എന്ത് ചെയ്ത് ഇവരെ സ്വാധീനിക്കുന്നത്. ഇവരെ വളച്ചെടുത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഇവൻ ഈ ഒരു ഉറകളോടൊന്നും ഒരു താല്പര്യമില്ല. ഇവനെന്തോ മാനസിക വിഷയമാണ്. പെണ്ണെന്ന് കാണുമ്പോൾ തന്നെ ഇവന്റെ ജനനയന്ത്രം ഞാൻ പറഞ്ഞാൽ കൂടി പോകും, മനസ്സിലായി? അങ്ങനെയുള്ള മാനസിക അല്ലെങ്കിൽ എന്താണ് പിന്നീട് ലൈംഗിക വൈകൃത
ഉള്ള ഒരു വ്യക്തി. യവന് വേണ്ടി പിന്നീട് എന്താണ് യവനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടും യവന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരന്മാരെ പോലുള്ള തെണ്ടികൾ. രാഹുൽ ഈശ്വർ എവിടെ? രാഹുൽ ഈശ്വർ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ചുമ്മാ എന്നാ പറയുക, ഇതും ചുമ്മാ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇതും ചുമ്മാ, മറ്റു രണ്ടുപേരും ചുമ്മാ. യവനെ ആദ്യം ഈ പറയുന്ന രാഹുൽ ഈശ്വരന്മാരെ പോലുള്ള തെണ്ടികളെയാണ് ആദ്യം മാറ്റി നിർത്താനുള്ളത്. മനസ്സിലായല്ലോ? അവൻ ഏതൊക്കെ കേസിലാണ്? പീഡന കേസ്. ഈ അവന്റെ രാഹുൽ ഈശ്വരന്റെ കേസ് പറഞ്ഞ ഒന്നുമില്ല. ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരമ്മാവൻ ഉള്ളയിലായി. മനസ്സിലായോ? അമ്മാവൻ ഉള്ളയിലായി. ആദ്യത്തെ അമ്മാവൻ പീഡന കേസുമായിട്ട് ഉള്ളയിലായി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വെറുതെ കിടന്നലച്ച് ജയിലിൽ പോയി. വല്ലവന്റെയും ഗർഭത്തിന് വേണ്ടിയിട്ട് ജയിലിൽ പോകുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഇപ്പൊ വീണ്ടും അവനെ തന്നെ പിന്നെ നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ. അപ്പൊ ഇതുപോലുള്ള കുറ്റക്കാരന്റെ കൂടെ നിന്ന്, അത് ആരും സ്വാധീനം എവിടെ ഉണ്ട്, പണം എവിടെയുണ്ട്, അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ന്യായീകരണ തൊഴിലാളിയായിട്ട് നിന്നുകൊണ്ട് ന്യായീകരിച്ച് വെളുപ്പിച്ച് ഇലക്കി വെളുപ്പിച്ച് പൈസ ഉണ്ടാക്കുക. ഇതാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വര പോലുള്ള തെണ്ടികൾ ചെയ്യുന്നത്. അവന്റെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും അവൻ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോഴും വന്ന് പറയും ഇതൊക്കെ വെറുതെ ആണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് കാനഡയിലാണ് ഇപ്പം ജീവിക്കുന്നത്. മനസ്സിലായോ? കാനഡയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. മറ്റുള്ളവരൊക്കെ ഈ പറയുന്നവന് ജാമ്യം കിട്ടാനും ഈ പറയുന്ന അറസ്റ്റ് തടയാനും ഒക്കെ കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് കോടതി അങ്ങനെ ഒരു സംഭവം വെച്ചത് കൊണ്ടാണ് കോടതി എന്ത് ചെയ്തത്, ഇവന് ജാമ്യം കൊടുക്കുകയും ഈ പറയുന്ന അറസ്റ്റ് തടയുകയൊക്കെ ചെയ്തത്. ഇവിടെ സംഭവം ഉഭയകക്ഷി അല്ല എന്നുള്ളതാണ്. കാരണം ഇവളെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് പിന്നെ കാണാം. അത് സത്യമായാലും അപ്പൊ ഇവിടെ ഒരു പീഡനം ഒരു പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ ആ ഒരു ദിവസം മാത്രമേ ഇവിടെ വിളിച്ചു വരുത്തി ഇവിടെ ഫ്ലാറ്റ് എടുക്കാൻ പറഞ്ഞു. അവിടെ എന്തോ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്കാരമായി ഇവളെ കീഴ്പ്പെടുത്തുകയും ഇവളെ തുപ്പുകയും ഇവളെ അടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം അവർ ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചപ്പോൾ ഇവൾ മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഇവളെ നിന്ന് കുറെ പണം അന്ന് ഈ പെൺകുട്ടി നല്ല കാശുകാരിയാണ്, നല്ല സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. മനസ്സിലായോ? ആ പെൺകുട്ടിയിൽ നിന്ന് ഈ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വരെ 10,000 രൂപ വാങ്ങിയെന്നാണ് അറിവ്. കൂട്ടുകാരനുണ്ടല്ലോ, കൂടെ അടക്കുന്ന ഒരു സഹചാരി ഉണ്ടല്ലോ, എന്തിനാൻ ലവന്റെ അക്കൗണ്ടിലാണ് ഈ പെൺകുട്ടി പണം ഇട്ട് കൊടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗർഭം, ഇവള് ഗർഭിണിയായി, ഗർഭം എന്റേതാണ്, ഗർഭിണി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടെന്നും പറഞ്ഞ് ഇതെന്റേതല്ല, നീ വേറെ എവിടെ കിടന്നുണ്ടാക്കിയ ഗർഭമാണെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി അപ്പൊ എന്ത് ചെയ്തു, ഈ പെൺകുട്ടി ലാസ്റ്റ് എന്ത് ചെയ്തു, നേരെ പോയി ഈ ഭ്രൂണത്തിന്റെ സാമ്പിൾ എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവും? എന്നിട്ട് യവന്റെ അടുത്ത് അവിടെ ഏതോ ഒരു പ്രൈവറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് യവന്റെ അടുത്ത് നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് DNA ടെസ്റ്റ് നടത്താം എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു അതൊന്നും പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടം കമാവുന്ന ഒരു അക്ഷരം മിണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് ഈ ഒരു വിഷയം വന്നല്ലോ, ഈ രണ്ട് പെൺകുട്ടികളുടെ വിഷയം വന്നല്ലോ, ഇവനെ വിളിച്ച് തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു വന്ന് അതൊക്കെ എന്നെ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായ കള്ളക്കേസുകളാണ് എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് കത്തി. അതുകൊണ്ട് പെൺകുട്ടി അപ്പോൾ തന്നെ ഭ്രൂണത്തിന്റെ സാമ്പിളും കാര്യങ്ങളും ഇവനുമായിട്ടുള്ള ചാറ്റും ഇവൻ പറഞ്ഞതും എടുത്തതും ഇവൻ ഈ പറയുന്ന ഇവന് പൈസ കൊടുത്തതും ഒക്കെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ട് എന്നുള്ളത്, ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഇവര് ഉഭയകക്ഷി സമ്മത പ്രകാരമാണെന്ന് കരുതിക്കൊട്ടു, ഇവനൊരു ജനപ്രതിനിധിയല്ലേ, നിനക്ക് എന്തിന്റെ സുഖേടാണ്? ഇവനെ പോലുള്ളവന്മാര് അവന്റെ ആ ചിരിയെന്ന് കാണുമ്പോൾ ഏത് പെണ്ണിനെ കണ്ടാലും, പ്രത്യേകിച്ച് ഈ പറയുന്ന വിവാഹിതയായ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, നേരെ ചെല്ലുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് ലോഹ്യം പറയുക, ഞാൻ കെട്ടിക്കോളാം. പെൺകുട്ടി നോക്കുമ്പോൾ ശരി തന്നെ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഈ നമ്മൾക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ വരും. ഇപ്പോൾ ഈവൻ എൻ്റെ കേസ് എടുത്തു, എനിക്ക് മാത്രമല്ല എല്ലാ യൂട്യൂബേഴ്സിനും വരുന്ന ഒരു സംഭവമാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു ചെറിയൊരു യൂട്യൂബേഴ്സാണ്. മനസ്സിലായോ? നമുക്ക് വരുന്ന മെസ്സേജസ് ഉണ്ട്, വളരെ ജെന്യൂനായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന, ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് ആണുങ്ങൾ. ഇതിൽ ചില കേസുകളുണ്ട്, ചില കേസുകളുടെ സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് റൂട്ട് മനസ്സിലാവും, ഇത് ഏത് റൂട്ടിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ചിന് നമ്മൾ തടയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. ഇതിന് നമ്മൾ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോയി ലാസ്റ്റ് ഇതുപോലൊരു പീഡനം വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് ഒരാൾ, അറിഞ്ഞൂടാത്ത ഒരാൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ അത് ഏത് അവരുടെ ഉദ്ദേശം എന്താണ്, മനസ്സിലായി? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കുമോ, നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു യവന്റെ ഒരു കേസാകുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഈ പറയുന്ന ഈ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിൽ തന്നെ യുവജന നേതാവ്
സുമുഖൻ സുന്ദരൻ നാളെ ഭാവിയിലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആൻ കഴിവുള്ള ഒരാൾ വന്നിട്ട് നീ ഒരു കാര്യം ചെയ്യുന്നു, എന്റെ ഭർത്താവിനെ കളഞ്ഞിട്ടില്ല, ഞാൻ തന്നെ കെട്ടിക്കോളാം, അതുമല്ല എനിക്ക് നിന്നിൽ എന്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിയും ഏതൊരു സ്ത്രീയും എന്ത് ചെയ്യും, ശരിയായിരിക്കാമെന്ന് കരുതി വീണ് പോകും. എന്നിട്ട് അവൻ പതുക്കെ നൈസിലി അവന്റെ അധികാരം ഉപയോഗിച്ച് നൈസിലി അവൻ അങ്ങ് തഴഞ്ഞു കൊടുക്കും. ഇത് 1, 2 ഇത് 3 ആയിരിക്കത്തില്ല, ഇനി പറ വരും. അവന്റെ സ്വഭാവം അനുസരിച്ച് ഒരു 10, 100 എണ്ണമെങ്കിലും അവന്റെ കയ്യിൽ കാണും. രാഹുൽ ഈശ്വർ പണ്ട് പറഞ്ഞതുപോലെ എന്താണ്, ഈ കോഴിത്തരം ഒന്ന് നിർത്തണം എന്നുള്ളതാണ്. അതുമല്ല ഇവന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് മറ്റെന്താണ്, ഗർഭനിരോധന ഉറകളോടോ അതിന്റെ ഗുളികകളോട് അവന് ഒരു താല്പര്യവുമില്ല, എല്ലാം ഫ്രഷ് ആയിരിക്കണം എന്ന് പറയുന്ന യവനെ പോലുള്ള വൃത്തികെട്ട ശ്രീലമ്പടന്മാരായ പോലുള്ളവരാണ് കോൺഗ്രസിലുള്ളത്. മനസ്സിലായോ, കോൺഗ്രസിലുള്ളത് എന്നുള്ളത്. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കേസിൽ ഉള്ളയിലാവും. ഇതിനെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെയും വെള്ളപൂശാൻ വേണ്ടിയിട്ട്, ഇതിനെയും അലക്കി വിളയ്ക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വര പോലുള്ള നാറികൾ എന്ന് ഞാൻ ഇവനെയൊക്കെ വിളിക്കാൻ പാടുള്ളൂ. ഈ നാറികൾ വന്ന് വെളുപ്പിക്കും, ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് വെളുപ്പിക്കും. അത് കേട്ട് കുറെ എണ്ണം രാഹുലേട്ടൻ വെൽഡൻ എന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ ആരെയൊക്കെ വെളുപ്പിച്ചുകൊണ്ട് അവരെല്ലാം കുറ്റക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 ലിസ്റ്റ് വന്നില്ല, അവരെല്ലാം കുറ്റക്കാരൻ, അവരൊക്കെ നല്ല പണം. ഇപ്പം ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇത്തിരി പണമുള്ള സമൂഹത്തിൽ വിലയുള്ള അവനൊരു കേസ് വന്നൊരു പീഡനമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുന്നത് നേരെ രാഹുൽ ഈശ്വരനെ പോയി കാണും, നല്ലൊരു പണം ഓഫർ ചെയ്യും, തുടങ്ങിക്കും. പിന്നെ രാഹുൽ ഈശ്വർ എല്ലാം കാണുന്ന എല്ലാ പിന്നീട് മീഡിയയിലും ചെന്നിരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് വെളുപ്പിച്ച് ഒരു പത്രം ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് കണ്ടോ എന്നിട്ട് ഇന്ന് കുലുങ്ങും. ഇത് തന്നെ അവന്റെ പരിപാടി. എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കും. എന്താ ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണക്കാർ വിചാരിക്കും എന്തോ വലിയ തെളിവാണെന്ന്. ഒരു തേങ്ങയും ഇല്ല, ചുമ്മാ എടുത്ത് വെച്ച് അവനൊരു തമ്പലൈൻ അടിക്കും, ആ ലാപ്ടോപ്പിനെ എടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കും, കണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരെ മണ്ടന്മാരാക്കുക എന്നുള്ള ഒരു തരത്തിലാണ് ഈ പോകുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം കുടുങ്ങിയിട്ടുണ്ട്. ഇത് മുഖ്യമായും ഉള്ളയിലാവും, കാരണം തെളിവുകളുണ്ട്. അതുമല്ല SIT കൃത്യമായിട്ട് നേരത്തെ ഇത് മീഡിയയ്ക്ക് വിട്ടിരുന്നെങ്കിൽ വീണ്ടും അവൻ ഒളിപ്പോയാൻ. അതുകൊണ്ട് ഒരൊറ്റ മനുഷ്യരത്തെ പറയാതെ ഈ പെൺകുട്ടിയുമായി വിളിച്ച് പെൺകുട്ടിയുമായിട്ട് വീഡിയോ കോൺഫറൻസ് നടത്തി തെളിവുകളെല്ലാം ശേഖരിച്ച് ഈ പെൺകുട്ടി പറഞ്ഞ ഹോട്ടൽ ഏത് അവിടെയൊക്കെ പോയി തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം നേരെ ഇവൻ എവിടെയാണ് താമസിക്കുന്നത് അവിടെ പോയി അവന്റെ അനുയായികൾ ഉണ്ടായിരുന്നു, അവന്മാർ പോണവരെ ഇവന്മാർ വെയിറ്റ് ചെയ്തിരുന്നു. അതിന് മുമ്പേ 2 പോലീസുകാരന്മാർ അവിടെ ഈ പറയുന്ന പാലക്കാട് തന്നെ ആ ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് വെളുപ്പാൻ കാലത്ത് വന്ന് പതുക്കെ വന്ന് റിസപ്ഷനിൽ കയറി റിസപ്ഷനിൽ നിന്ന് ആ പെൺകുട്ടികളുടെ ഫോണൊക്കെ എന്ത് ചെയ്തു എടുത്ത് പിടിച്ചു വെച്ചിട്ട് നേരെ പോയി റൂമിൽ പോയി കഥ കൊട്ടി രാഹുൽ മാങ്കൂട്ടം തുറന്നില്ലാന്ന് പറഞ്ഞ് തുറന്നില്ല. ലാസ്റ്റ് പറഞ്ഞു ഇല്ല എനിക്ക് വക്കീലിനെ വിളിക്കാൻ തേങ്ങ വിളിക്കുന്നു പറഞ്ഞാൽ പറ്റില്ല, കേറുന്ന പട്ട ടക്കനെ കൊണ്ടുപോയി ഇതായിപ്പോ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഉള്ളില്ല. രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ എല്ലാം നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ യവനെ പോലുള്ള ശ്രീലമ്പടന്മാരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരുവിധം ഈ ഒരു ഇലക്ഷനിലൊക്കെ കുറെ സീറ്റൊക്കെ കിട്ടി ഈ ഒരുവിധം പിന്നീട് ഇത്തിരി റെഡിയായി വരികയായിരുന്നു കോൺഗ്രസ്. അതിൻ്റെ ഇടയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള കുറെ തെണ്ടികളുണ്ട്. ഇപ്പൊ എന്താ നമ്മുടെ അഖിൽ മലാർ അടുത്ത ഇലക്ഷന് വേണ്ടി പോകുന്നു, എന്തരാവോ എന്തോ. അതാ രമേശ് ചെന്നിത്തല പറഞ്ഞ് ഈ പറയുന്ന പഞ്ചായത്തിൽ പോലും പിന്നീട് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ പേര് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ എന്ന് പറഞ്ഞ് അത് ഈ പറയുന്ന അഖിൽ മാലാർ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവസ്ഥയെ കമന്റ് ചെയ്ത് നമുക്ക് വീട് കാണാം. ജയ് ഹിന്ദ്.